ഞാൻ ഭയങ്കര കുരുത്തക്കേടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വാപ്പി ഉമ്മയൊക്കെ എന്നെ അടിക്കലായിട്ടും പറഞ്ഞേ കേൾക്കാത്തൊക്കെ പിന്നെ ഒരുപാട് ബാഡ് കമന്റ്സ് കാണാറുണ്ട്. ഞാൻ ആരെയും തിരിച്ച് വിളിക്കാറില്ല. കാരണം നമ്മൾ അതിനോട് പ്രതികരിക്കുമ്പോൾ ഞാനും അവര് തുല്യമായി. പിന്നെ കൂടുതലൊക്കെ വിളിക്കുമ്പോൾ നിൽക്കാതെ വിളിക്കുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഞാനും പ്രതികരിക്കാറുണ്ട്. കുറഞ്ഞ സമയം ഫ്രീ കിട്ടുമ്പോൾ ഞാൻ എന്താക്കും, ഇതേപോലെ 1-2 വീഡിയോസുകളൊക്കെ ചെയ്യും. എന്നിട്ട് ഞാൻ സമയം കിട്ടുമ്പോൾ ഇതിന്റെ കമന്റ്സുകൾ ഇങ്ങനെ വായിക്കും. അപ്പൊ കമന്റ്സ് വായിക്കുമ്പോൾ മനസ്സിന് ചെറിയൊരു മനസ്സുഖാണ്. അല്ലാതെ ഇതിൽ നിന്ന് ഫിലിം കയറാനോ അല്ലെങ്കിൽ ഒരാളുകളുടെ ഇടയിൽ ഒരു വലിയൊരു സെലിബ്രിറ്റി ആയി നടക്കാനോ അങ്ങനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറെ ഡാൻസുകൾ അറിയാം. പല ഡാൻസ് മാസ്റ്റർമാർ എന്നോട് പറയാറുണ്ട്, സൈഫു ഡാൻസ് പഠിക്കാൻ ശ്രമിച്ചാൽ കഴിയും. കാരണം ചില ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വയം തോന്നി ലേഡീസിന്റെ കൂടെയുള്ള വീഡിയോസ് ഒക്കെ മാറ്റി പിടിക്കുക. കാരണം ജനങ്ങൾ ബാഡ് കമന്റ്സിന് ഒരു കുറവുമില്ല. പക്ഷേ ചിലപ്പോൾ സോങ് വേറെ വയ്ക്കാവും, ഡാൻസ് വേറെ വയ്ക്കാവും. എന്റെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷെ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്റെ വീടിന്റെ അടുത്ത് നമ്മളൊരു സുഹൃത്തുണ്ട്, ഡാൻസ് മാസ്റ്റർ ആണ്. അദ്ദേഹം എനിക്ക് 2 ഡാൻസ് പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിച്ചത്. ആ 2 ഡാൻസ് മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഡാൻസ് കളിച്ച് സെൻസേഷണൽ ആയിട്ടുള്ള ഒരാളുണ്ട്. മലപ്പുറം കൊണ്ടോട്ടിക്കാരനായിട്ടുള്ള സെയ്ഫ് അലി ഖാൻ. അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സ്വാഗതം. അടിപൊളിയായിട്ട് പോകുന്നു. പിന്നെ നിങ്ങളെ വീഡിയോസ് എല്ലാവർക്കും പരിചിതമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഡാൻസ് കളിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. നല്ല രീതിയിൽ കമന്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമുക്ക് നിങ്ങൾ ഇതിലേക്ക് എത്തുന്ന ആ ഒരു പോയിന്റ് തൊട്ട് തുടങ്ങാം. എങ്ങനെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് ഈ പോസ്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് വരുന്നത്? എങ്ങനെയാണ് ഈ ഡാൻസ് തിരഞ്ഞെടുക്കുന്നത്? ഓക്കെ, അപ്പോൾ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം ഒരു 6 മന്ത് മേ ബി ഒരു 8 മന്ത് ആവുന്നേ ഉള്ളൂ. അത് മാത്രമല്ല, ഞാൻ കുവൈത്തിൽ പോയതിന് ശേഷം എൻ്റെ ബോസ്, എൻ്റെ മാഡം അവരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അവിടെ ഒരു മോനുണ്ട്, ചെറുതായിട്ടൊരു ഡിസബിൾ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ മോന് ഒരു ഓൺ വോയിസ് ഇങ്ങനെ ചെയ്ത്, കാരണം അവൻ അങ്ങനെ മദ്രസയിൽ കൊണ്ടുപോവാ തിരിച്ചു കൊണ്ടുവരാ, അതായിരുന്നു എൻ്റെ ഡ്യൂട്ടി. ആ സാഹചര്യത്തിൽ ഒരു ഓൺ വോയിസ് 1-2 അങ്ങനെ ചെയ്ത്, അങ്ങനെ ആ മോന്റെ എന്താ പറയാ മൈൻഡൊക്കെ ഒന്ന് മാറി. അവൻ അത്രത്തോളം ഡെവലപ്പ് ആവാൻ കാരണം ഞാനൊരു വ്യക്തിയാണ്. അങ്ങനെ ഇപ്പൊ ഞാൻ കുവൈത്തിൽ 5 വർഷമായി. അതിന് മുന്നേ സൗദി, ഖത്തർ, ബഹ്റൈൻ അങ്ങനെയുള്ള രാജ്യങ്ങളായിരുന്നു ജോലി ചെയ്തത്. അങ്ങനെ പിന്നെ ഞാൻ എന്താക്കി പബ്ലിക് ഡാൻസിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. എന്റെ വാപ്പ പഴയ കാലത്തൊരു ഡാൻസറാന്ന് നാട്ടുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പിന്നെ എന്താക്കി, എനിക്ക് തോന്നി എന്തുകൊണ്ട് പബ്ലിക്കിൽ ചെയ്തുവിടാം. ആ പാട്ടാണെങ്കിലും ഇനിയിപ്പോ ആൽബം സോങ് ആണെങ്കിലും ഒക്കെ പബ്ലിക്കിലാണ് ചെയ്യാറ്. പക്ഷെ ഞാനൊരു ഡാൻസർ അല്ല, ഒരു പബ്ലിക് ചലഞ്ചർ എന്നുള്ള രീതിയിൽ എത്രയോ നല്ല ഡാൻസർമാരെ അക്കൗണ്ടുകൾ ഇതുപോലെ ഇങ്ങനെ റീച്ച് ഇല്ലാതെ കിടക്കുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ ആളുകളെ ഏറ്റവും കൂടുതൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ എന്ത് പബ്ലിക്കിൽ ചെയ്താലും എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടാറുണ്ട്. ഓക്കെ, നമ്മള് നിങ്ങളെ ഡാൻസ് തുടങ്ങിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു. എവിടെയായിരുന്നു GCC? എവിടെയായിരുന്നു GCC? ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഞാൻ കുവൈത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ പെട്ടെന്ന് സുഖമില്ലാത്തത് കൊണ്ട് നാട്ടിലേക്ക് ലീവിന് വന്നതായിരുന്നു. 2 വീക്കായി. അപ്പോഴാണ് നിങ്ങൾ വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഈ ഡാൻസ് ചെയ്യുന്ന സമയത്ത് പബ്ലിക്കായിട്ട് നിങ്ങൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോ അതും ഡാൻസ് അത്ര പ്രൊഫഷണൽ ആയിട്ടല്ല അത് പോകുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞു. അപ്പോ നിങ്ങൾക്കറിയാം ഇതെങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഒക്കെ ഭയങ്കര കമന്റുകൾ, അതായത് വല്ലാത്ത ജാതി തൊലിക്കെട്ടി എന്നുള്ള രീതിയിലൊക്കെ കമന്റ് വരാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ തൊലിക്കെട്ടി? എന്താണ് ഈ തൊലിക്കെട്ടിക്ക് പിന്നിലുള്ള രഹസ്യം? അത് എന്താന്ന് ചോദിച്ചാല്, ഈ പബ്ലിക്കിൽ ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉള്ള സ്ഥലത്താണ് ഞാൻ ലക്ഷ്യം വിട്ടിട്ട് ഡാൻസ് കളിക്കാറ്. പക്ഷെ ആളുകളെ കഴിയുമ്പോൾ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ എന്റേതായ രീതിയിൽ ചെയ്തു പോവാണ്. പിന്നെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് എന്റെ വീടിന്റെ അടുത്ത് നമ്മളൊരു സുഹൃത്തുണ്ട്, ഡാൻസ് മാസ്റ്റർ ആണ്. അദ്ദേഹം എനിക്ക് 2 ഡാൻസ് പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിച്ചത്. ആ 2 ഡാൻസ് മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ഒരു മുക്കാപ്പില കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് ചെയ്തതായിരുന്നു. അത് ഈ വരവിലല്ലായിരുന്നു, അല്ല കഴിഞ്ഞ വരവിലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഡാൻസ്, ആ സോങ് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല, കാരണം കുറച്ച് മറവിയുണ്ട്. പിന്നെ തൊലിക്കെട്ടിന്റെ കാര്യത്തെ കുറിച്ച് നിങ്ങൾ ചോദിച്ചല്ലോ. അതെന്ന് പറഞ്ഞാല്, ഞാൻ ഏറ്റവും കൂടുതൽ പബ്ലിക് ചെയ്യുമ്പോൾ ജനങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ആ പുറകിൽ നിൽക്കുന്ന ആളുകളെ ഫേസിലെ എക്സ്പ്രഷൻ,
അതൊക്കെയാണ് ആളുകൾ വാച്ച് ചെയ്യുന്നത്. അതെ അതെ അതുകൊണ്ടാണ് അത് അത്ര റീച്ചിൽ പോകാനുള്ള ഒരു കാരണം. പിന്നെ ഒരുപാട് ബാഡ് കമന്റ്സ് കാണാറുണ്ട്. ഞാൻ ആരെയും തിരിച്ച് വിളിക്കാറില്ല. കാരണം നമ്മൾ അതിനോട് പ്രതികരിക്കുമ്പോൾ ഞാനും അവര് തുല്യായി. പിന്നെ കൂടുതലൊക്കെ വിളിക്കുമ്പോ നിൽക്കാതെ വിളിക്കുമ്പോ എപ്പോഴെങ്കിലൊക്കെ ഞാനും പ്രതികരിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ഈ കണ്ടാമുഖത്തിന്റെ തൊലിക്കട്ടി കമന്റ് കണ്ടിട്ടുണ്ട്. കാണാറുണ്ട്. പല കമന്റ്സുകളും ഞാൻ ഇതുപോലെ കാണാറുണ്ട്. അപ്പൊ അവരോട് ഇതേപോലെ ഞാൻ കൂടുതൽ റിയാക്ട് ചെയ്യാറ്. ചിലപ്പോൾ ചിരിക്കുന്ന സ്റ്റിക്കർ കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് നിർത്തും. അതെ അല്ലേ. ഈ കമന്റ് ഒക്കെ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് പേഴ്സണലി നിങ്ങൾക്ക് എങ്ങനെ രീതിയിലുള്ള കമന്റ് ഇത്തരം കമന്റുകളൊക്കെ വായിക്കാൻ ഇഷ്ടമാണോ? അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സുകൾ വായിക്കാനാണ് ഇഷ്ടം. അതായത് ചില ആളുകൾ നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ ഉണ്ട് എന്താ കോമഡി കമന്റ്സ് വായിക്കാൻ ഇഷ്ടം എന്നും പറഞ്ഞു ബയോയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. സംഭവം എന്താന്ന് ചോദിച്ചാല് കമന്റ്സ് വായിക്കും. ഞാൻ ഗൾഫിലാണ്. അപ്പൊ എനിക്ക് ഒരുപാട് ജോലി കൂടുതൽ കാരണം കുറഞ്ഞ സമയം ഫ്രീ കിട്ടുമ്പോൾ ഞാൻ എന്താക്കും ഇതേപോലെ 1-2 വീഡിയോസുകളൊക്കെ ചെയ്യും. എന്നിട്ട് ഞാൻ സമയം കിട്ടുമ്പോൾ ഇതിന്റെ കമന്റ്സുകൾ ഇങ്ങനെ വായിക്കും. അപ്പൊ കമന്റ്സ് വായിക്കുമ്പോൾ മനസ്സിന് ചെറിയൊരു മനസ്സുഖമാണ്. അതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. എന്നാലും മാക്സിമം കുറെ ഡാൻസുകൾ അറിയാം. പല ഡാൻസ് മാസ്റ്റർമാർ എന്നോട് പറയാറുണ്ട്, സൈഫു ഡാൻസ് പഠിക്കാൻ ശ്രമിച്ചാൽ കഴിയും. കാരണം ചില ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ചിലപ്പോ സോങ് വേറെ വയ്ക്കാവും, ഡാൻസ് വേറെ വയ്ക്കാവും. എന്റെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷെ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇതിൽ നിന്ന് ഫിലിം കയറാനോ അല്ലെങ്കിൽ ഒരാളുകളുടെ ഇടയിലൊരു വലിയൊരു സെലിബ്രിറ്റി ആയി നടക്കാനോ അങ്ങനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരുപാട് ആളുകൾ സെൽഫി എടുക്കാൻ വരാറുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു കുറവാണ്. കാരണം ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് ആളുകൾ അറിയപ്പെടുന്നത്. അപ്പൊ ആളുകളോടൊക്കെ നല്ല ബിഹേവിയർ ചെയ്യുക, ആളുകളോട് നല്ല രീതിയിൽ പെരുമാറാം. അതാണ് ഞാൻ നമ്മുടെ ലൈൻ. അതാണ് നമ്മളൊരു ട്രാക്ക്. അതാണ്. അല്ലാതെ വേറെ ഉദ്ദേശങ്ങൾ അല്ലാണ്ട് സെലിബ്രിറ്റി ആവാൻ വേണ്ടി ഡാൻസ് കളിക്കാൻ അല്ല, ഒരിക്കലും അല്ല. ഇനിയിപ്പോ ഫിലിമിലേക്കായാലും ആൽബത്തിലേക്കായാലും ഇതുപോലെ തന്നെ ഇന്റർവ്യൂക്ക് അവിടെ ഗൾഫുള്ള സമയത്ത് തന്നെ കുറെ ടീമുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് നാട്ടിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. എന്റെ ചില ബുദ്ധിമുട്ട് കാരണം എനിക്ക് പ്രവാസം കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ നാട്ടിൽ വന്ന സമയത്താണ് നിങ്ങൾ എന്നെ വിളിച്ചത്. അങ്ങനെ അപ്പോ നമ്മള് ചോദിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കണം, ഈ വീഡിയോസ് ഒക്കെ നമ്മളെ ഫാമിലിയിലെ ആളുകളൊക്കെ കാണുന്നുണ്ട്, അവരുടെ ഒക്കെ പ്രതികരണം എന്താണ്? നല്ലൊരു ചോദ്യം. കുടുംബം എങ്ങനെയാണ്? അതൊക്കെ കേൾക്കാൻ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമുണ്ട്. കാരണം നിങ്ങൾ അങ്ങനെ പബ്ലിക്കലി പൊതുവെ നിങ്ങളെ പേഴ്സണൽ കാര്യങ്ങൾ അത്ര തോന്നെ എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടിട്ട് ചോദിച്ചോന്നുള്ളൂ. അതെ, ഞാൻ ഈ പബ്ലിക്കിലേക്ക് വീഡിയോ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഞാൻ ആദ്യം ഉമ്മ ഉപ്പ ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ടിക്ടോക്കിൽ ഓൺ വോയിസ് 1-2 ചെയ്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് വീട്ടുകാരൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ വൈഫിനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു പബ്ലിക് ഡാൻസ് ഇങ്ങനെ ചെയ്താൽ എന്താ എന്റെ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇക്ക നിങ്ങളെ കൊണ്ട് ഡാൻസ് കളിച്ചാൽ കൂടുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ശ്രമിക്കാം. അങ്ങനെ വൈഫിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. പിന്നെ ഞാൻ ആദ്യമൊക്കെ എന്താ പറയാ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പുറത്തുനിന്ന് കാണും. GCC-ലാകുന്ന സമയത്ത് ഗൾഫിൽ. അപ്പൊ ചിലപ്പോൾ ലേഡീസ് ആവും, ചിലപ്പോൾ അവർ സെൽഫി എടുത്തിട്ട് പോകും, ചിലർ പറയും കൂടെ ഒരു വീഡിയോ ചെയ്യും. അങ്ങനെ ലേഡീസിന്റെ കൂടെ ഒക്കെ വീഡിയോ ചെയ്ത സമയം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വയം തോന്നി ലേഡീസിന്റെ കൂടെയുള്ള വീഡിയോസ് ഒക്കെ മാറ്റി പിടിക്കുക. കാരണം ജനങ്ങൾ ബാഡ് കമന്റ്സിന് ഒരു കുറവുമില്ല. അങ്ങനെ ഞാൻ എന്ത് പണിയത് ലേഡീസിന്റെ വീഡിയോസ് ഫുള്ള് ഡിലീറ്റ് ചെയ്ത് ഇപ്പൊ ഞാൻ ലേഡീസിന്റെ കൂടെ വീഡിയോ ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കൂടുതലും ചെയ്യുക. പിന്നെ അതേപോലെ ഡാൻസ് സ്കൂളിൽ പോകുമ്പോൾ അവർ പഠിപ്പിച്ച് അവിടെ ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കൂടെ മാത്രമേ ചെയ്യാറുള്ളൂ. അതെ അല്ലേ. പിന്നെ കുടുംബത്തിൽ നിന്നൊന്നും എന്താ പറയാ ആരും അങ്ങനെ കുറ്റപ്പെടുത്താറില്ല. ഭാര്യ സപ്പോർട്ടാണ്. ഭാര്യ സപ്പോർട്ടാണ്. കുഴപ്പമൊന്നുമില്ല. നിങ്ങള് പ്രവാസിയാന്ന് പറഞ്ഞു. അതെ. എങ്ങനെയാണ് പ്രവാസം? എങ്ങനെയായിരുന്നു പ്രവാസത്തിലേക്ക് എത്തിപ്പെടുന്നത്? എങ്ങനെയാണ് ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ? എന്താണ് ജീവിത രീതി? എങ്ങനെയാണ് ജീവിത രീതി? ഞാൻ ഫസ്റ്റ് പോകുന്ന സൗദി അറേബ്യയിലാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് അടിയും കുത്തും ചാട്ടവയറുകൊണ്ട് അടി കിട്ടിയിട്ടും അതുപോലെ തന്നെ അറബിന്റെ കയ്യിൽ നിന്ന് അല്ല, അതായത് ഞാൻ സൗദി അറേബ്യയിൽ KFC-ലായിരുന്നു ജോലി ചെയ്തത്. അങ്ങനെ KFC-ൽ ഡെലിവറി ബോയ് ആയിരുന്നു. ഇനിയിപ്പോ ആര് GCC കൺട്രിയിലേക്ക് പോകും ഡെലിവറി ബോയ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ ഭയങ്കര സ്ട്രിക്റ്റ് ഉള്ള ഒരു രാജ്യം കൂടിയാണ്. അന്ന് ചൂടുള്ള കമ്പി ചൂടാക്കി വെച്ച അടയാളാണ്. ഏകദേശം 10-12 വർഷമായി ഇപ്പോഴും പോയിട്ടില്ല. കണ്ടോ? അതേപോലെ ചൂടുള്ള കമ്പി ചൂടാക്കി വെച്ച അതേപോലെ അത് ഞാൻ ഇതേപോലെ നമ്മളെ മത്താമ് എന്ന് പറഞ്ഞാല് അവിടെ ഇതാണ് എന്താ പറയാ നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തിന് അങ്ങനത്തെ സ്ഥാപനത്തിന് മത്താമ് എന്നാ പറയാം. അപ്പൊ മത്താമിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ഒരു ബംഗാളി ചെക്കൻ പറഞ്ഞു, സൈഫു ലേക്കേജ് ആവും. അപ്പൊ ഈ ലേക്കേജ് ആവോ എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുവിടാന്ന് എനിക്ക് അറിയില്ല. അറബി ഇല്ല, ഹിന്ദി ആയാലും അറബി അല്ലെന്ന് അറിയൂല, പഠിച്ചു വരുന്നുള്ളൂ ലാംഗ്വേജ് ഒക്കെ. ഇയാൾ ബലദിയ എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇപ്പൊ എന്ത് പണിയത് അതിന്ന് ചൂടുള്ള സാധനം ഇങ്ങനെ എടുത്ത് കയ്യിലേക്കാണ് വെച്ചു. അങ്ങനെ ഞാൻ പിന്നെ അവിടുന്ന് തിരിച്ചടിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവന്റെ മൂക്കുന്ന ബ്ലഡ് വന്ന്. സൗദി അറേബ്യ ബ്ലഡ് വരാൻ പാടില്ല.
അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷയങ്ങളായി. സാലറി കട്ട് ചെയ്തു. അവിടെ കേസ് വഴിക്കൊന്നും പോയില്ല. ഇല്ല മുതിർമാർ തമ്മിൽ തന്നെ സംസാരിച്ചിട്ട് അത് ക്ലിയർ ചെയ്തു തന്നു. അതിനുശേഷം പിന്നെ 2 വർഷം സൗദിയിൽ ഉണ്ടായിരുന്നു. സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഒരു 10 വർഷം മുന്നേ പാലക്കാടുള്ള ഒരു മൂമിനാർ പറഞ്ഞ കുട്ടി മരണപ്പെടാൻ സാഹചര്യം ഉണ്ടായി. ട്രെയിനൊക്കെ പൊട്ടിയിടുങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഭയങ്കര കൊടുങ്കാറ്റൊക്കെ വന്ന സമയം. ആ സമയത്തായിരുന്നു ഞാൻ സൗദിയിൽ ഉണ്ടായത്. അങ്ങനെ ഭയങ്കര, അതായത് 3500 റിയാൽ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതോടുകൂടി ഗൾഫും അടുത്തു. ഇത്രയും വർഷത്തിനിടയ്ക്ക് 4 പാസ്പോർട്ട് ഉണ്ടാക്കേണ്ട സാഹചര്യം വന്ന്. പാസ്പോർട്ട് അവിടെ പിടിച്ചുണ്ട് അല്ല, അതായത് ഫസ്റ്റ് ഞാൻ പോകുമ്പോ, ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂൾ നിർത്തി. അങ്ങനെ ആ സമയത്ത് പാസ്പോർട്ട് എടുത്തു. അങ്ങനെ ആ പാസ്പോർട്ട് രണ്ടാമത് റിന്യൂവൽ ചെയ്യുന്ന SSLC പാസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ SSLC എഴുതി, +2 എഴുതി. അങ്ങനെ പിന്നെ എമിഗ്രേഷൻ ഉള്ള പാസ്പോർട്ടാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഖത്തറിൽ പോയി. ഖത്തറിൽ ഇതേപോലെ 1.5 വർഷം സുഖമായിരുന്നു. അപ്പൊ ഒരു ചോദ്യം, ഈ 9ാം ക്ലാസ് പഠനം നിർത്തിയ ഉടനെയാണോ സൗദിക്ക് പോകുന്നത്? സൗദിയിലേക്ക് പോകാനുള്ള പരിപാടി. അപ്പൊ ജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും എത്ര വയസ്സുണ്ടെന്ന്. ഞാൻ സ്കൂളിലൊക്കെ നല്ല തോറ്റു പഠിച്ചൊരു വ്യക്തിയാണ്. കാരണം പഠനത്തിന്റെ കാര്യത്തിൽ വളരെ ബാക്കോട്ടായിരുന്നു. ഇടക്ക് പോകൂല. അങ്ങനെ ഞാൻ ഭയങ്കര കുരുത്തക്കേടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വാപ്പി ഉമ്മയൊക്കെ എന്നെ അടിക്കലായിട്ടും പറഞ്ഞേ കേൾക്കാത്തൊക്കെ. പിന്നെ പെണ്ണ് കെട്ടുന്നതോട് കൂടിയിട്ട് ഞാനായിട്ട് നന്നായി. ഇപ്പൊ ആരായിട്ട് വയക്കിന് പോവാറില്ല. ഞാൻ ഇവിടെ നാട്ടിൽ ബസ്സിൽ ഡ്രൈവറായിരുന്നു. പാലക്കാട് കോഴിക്കോട്, മഞ്ചേരി കോഴിക്കോട്, കൊണ്ടോട്ടി ഫറോക്ക് ഒക്കെ. ഇപ്പൊ ഒരാൾ ചീത്ത വിളിച്ചാൽ പോലും കൈനൊന്നും തിരിച്ചു വിളിക്കാൻ ശ്രമിക്കാറില്ല. മാക്സിമം ക്ഷമിക്കും. കൈ വിട്ടുപോയാൽ മാത്രമേ പ്രതികരിക്കാറുള്ളൂ. അങ്ങനെ. അപ്പൊ നേരത്തെ കഥ തുടരാം. 4 പാസ്പോർട്ടിന്റെ കഥ പറഞ്ഞല്ലോ. 4 പാസ്പോർട്ടിന്റെ കഥ. ആ 4 പാസ്പോർട്ടിന്റെ കഥ. അങ്ങനെ ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് വന്ന് രണ്ടാമത്തെ എമിഗ്രേഷൻ ഉള്ള പാസ്പോർട്ട് തയ്യാറാക്കി ഖത്തറിലേക്ക് പോന്നു. ഖത്തറിൽ പോയി ഏകദേശം ഒരു 10-12 മാസം നിന്നപ്പോ എനിക്ക് വൈഫിനെ കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ കിട്ടി. ഓൺ അറൈവൽ വിസ അവൈലബിൾ ആയിരുന്നു അവിടെ. അങ്ങനെ വൈഫിന് എന്റെ വലിയ മോനും കൊണ്ട് ഖത്തറിൽ പോയി. 2 മാസം അവരും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് വിഷയങ്ങളായത് കാരണവശാൽ എനിക്ക് സാലറി കിട്ടാതായി. അപ്പൊ ഞാൻ എന്ത് പണിയത്, വേഗം വൈഫിനെ കുട്ടികളെ സുരക്ഷിതമായിട്ട് നാട്ടിലേക്ക് എത്തിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് പണിയത്, വീണ്ടും ശമ്പളത്തിന്റെ ഡിലേ വന്നപ്പോ അവിടുന്ന് ചാടി സെൽവാർ റോട്ടിലാ തോന്നുന്നുണ്ട് CID ഓഫീസ്. അവിടെ പോയിട്ട് അടുത്ത പ്രൊസീജിയറുകൾ ചെയ്ത് പാസ്പോർട്ട് മാഡത്തിന്റെ അടുത്ത് കുടുങ്ങി. അങ്ങനെ അവിടുന്ന് പോലീസ് സ്റ്റേഷൻ മുഖാന്തരം നാട്ടിലേക്ക് കയറി. അപ്പൊ ആ പാസ്പോർട്ട് നഷ്ടപ്പെട്ടെ രണ്ടാമത്തത്. പിന്നെ 3ാമത്തെ പാസ്പോർട്ട് എടുത്ത് കുവൈത്ത്. 4ാമത്തെ പാസ്പോർട്ട് അത് പിന്നെ കുവൈത്തിൽ ചെന്ന സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് വെള്ളപ്പൊക്കമുള്ള സമയത്ത് വെള്ളത്തിലൂടെ ഞാൻ പാസ്പോർട്ട് പൊതിർന്നിട്ട് അങ്ങനെ നാശനഷ്ടമായിട്ട് അങ്ങനെ പിന്നെ പുതിയ പാസ്പോർട്ട്, അങ്ങനെ 4ാമത്തെ പാസ്പോർട്ട് എടുത്ത്. ഇനി പാസ്പോർട്ട് കിട്ടൂല എന്നാ പറഞ്ഞു. ഇനി പാസ്പോർട്ട് കിട്ടൂല. അപ്പൊ ഉള്ള ജോലിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാണ്. അങ്ങനെ ജോലി ഈ ഹൗസ് ഡ്രൈവർ ആയിട്ടുള്ള ജോലി തന്നെ. ഇപ്പൊ ഞാൻ ഹൗസ് ഡ്രൈവറാണ്. അപ്പോ അത്യാവശ്യം നല്ല ജോലിയും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഫ്രീ കിട്ടുന്ന സമയത്ത്, അതേപോലെ മേഡത്തിനെ കൊണ്ട് ഏത് മാളിൽ പോകുമ്പോൾ കുറച്ച് സമയം നമുക്ക് വെയിറ്റിംഗ് ഉണ്ടാവും. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ. നല്ലൊരു മേഡാണ്, നല്ലൊരു കഫീലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയില് കാണാറുണ്ട്. ആ മേഡാണ്. മേഡത്തിന്റെ ഫേസ് കാണിക്കാറില്ല. എന്റെ ഫാമിലിയിൽ നിന്നാണെങ്കിൽ വൈഫിന്റെ ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാറില്ല. പല ആളുകളും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് വൈഫിന്റെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്തുകൂടാ. അത് എനിക്ക് താല്പര്യമില്ല, പിന്നെ അവൾക്കും താല്പര്യമില്ല. കാരണം എന്താ വെച്ചാല് നമ്മൾ ഫാമിലി ഇതിൽ ഇൻവോൾവ് ആക്കണ്ട. എനിക്ക് തന്നെ അത്യാവശ്യം നല്ല ബാഡ് കമന്റ്, ട്രോള് ഇഷ്ടം പോലെ വരാറുണ്ട്. പല വീഡിയോസിലും ടിക്ടോക്കിലാണ് ഏറ്റവും കൂടുതൽ ട്രോളുകൾ വരാറ്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും വീഡിയോ ചെയ്യാറില്ല കേട്ടോ. ടിക്ടോക്ക് ചെയ്യുന്ന വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ആക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ദുബായിൽ നിന്നൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. കളിച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തത് ഈ മേഡം ആണെന്നാണോ? അല്ല, എനിക്ക് പബ്ലിക്കിൽ പോകുന്ന സമയത്ത് ഇപ്പൊ യാദൃശികമായിട്ട് ഒരു സുഹൃത്തിനെ പരിചയപ്പെടും. അപ്പോ പുള്ളി എനിക്ക് വീഡിയോ പിടിച്ചു തരാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കും. ഈ പൊസിഷനിൽ പിടിക്കണം, ഇന്ന രീതിയിലാക്കണം. അപ്പൊ അവരെടുത്തത് അതിന്റെ ഇടയ്ക്ക് വലിയൊരു കോമഡി ഉണ്ട്. അങ്ങനെയാണ് ആളുകൾ എടുത്തു തരാറ്. ചില ആളുകളോട് ക്യാമറ പിടിക്കാൻ പറയും. അവര് ക്യാമറയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അവർ ഇതിൽ കൂടെ നോക്കൂല. ലാസ്റ്റ് ക്യാമറയിൽ അത്രയും ജനങ്ങളുടെ കളിച്ച് 2ാമത്തെ സ്റ്റെപ്പ് ഇടാൻ പറ്റും. ഒറ്റ ടൈക്ക് എടുക്കാറുള്ളൂ. വളരെ ചുരുക്കം 2-3 ടൈക്ക് എടുക്കാറ്. അതെ അല്ലേ. നിങ്ങള് കഴിഞ്ഞ വരവില് കോഴിക്കോട് ബീച്ചിൽ നിന്ന് കളിച്ചൊരു വീഡിയോ, ആ ചെറിയ ഒരു കൊച്ചിന്റെ കൂടെ, ഒരു പെൺകുട്ടിന്റെ കൂടെ കളിച്ചൊരു വീഡിയോ ഭയങ്കര വൈറലായിട്ട്. അതെ. അതെങ്ങനെയാണ്? ആ കൊച്ചിനൊക്കെ അവിടെ തന്നെ കിട്ടിയാണോ? അതെ. അതായത് എന്റെ ഒരു സുഹൃത്തുണ്ട് രാഹുൽ, അവന് യൂട്യൂബറാണ്. അപ്പൊ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ അവിടേക്ക് ചെന്നപ്പോ അവന്റെ ഫ്രണ്ടാണ് ആ പെൺകൊച്ചി. അപ്പൊ എന്നോട് പറഞ്ഞു, അവള് കാണിച്ചു തന്ന സ്റ്റെപ്പ് കുറച്ച് ടഫുള്ള സ്റ്റെപ്പ് ആയതുകൊണ്ട് എന്നോട് പറഞ്ഞു പബ്ലിക്കിൽ കളിക്കാൻ മടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ തുടങ്ങി തരാം, മോള് ഫുള്ളാക്കുമെന്ന് ചോദിച്ചു. കാരണം എല്ലാവർക്കും പബ്ലിക്, എത്രയോ നല്ല ഡാൻസർമാര് പബ്ലിക്കിലേക്ക് ഇറങ്ങി കളിക്കാൻ മടിയുള്ള വ്യക്തികളുണ്ട്. അപ്പൊ ഈ മോക്കിന് 2 സ്റ്റെപ്പ് തുടങ്ങി കൊടുത്ത് ബാക്കി അവൾ അങ്ങോട്ട് ഫുള്ളാക്കി. അതുകൊണ്ട് എന്താ പെൺകുട്ടിയുടെ വൈറലായി. ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്.
എന്താ അവളെ പേര് സർഗ എന്ന് തോന്നുന്നുണ്ട്. ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങളെ ഡ്രസ്സിങ് സ്റ്റൈല് അത് പഴയ ബോളിവുഡ് സിനിമയിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പിലൊരു ഉള്ളിലൊരു ഇപ്പൊ ധരിച്ച സെറ്റപ്പ് തന്നെ. ഇതെങ്ങനെയാണ് ഇത് ചൂസ് ചെയ്തത്? സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണോ? അല്ല, അതായത് ഞാൻ ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എനിക്ക് തോന്നും വീട്ടിലെ വിളികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോകുന്ന സമയത്ത് ഹിന്ദി സോങ് ആണെങ്കിൽ അന്നൊരു 6 സോങ് ഹിന്ദി ആയിരിക്കും ചെയ്യാം. ഒരു ദിവസം 6 ഒരു ദിവസം 6 എന്റെ കണക്ക്. പക്ഷെ ഒറ്റ ടൈക്കല്ലേ എടുക്കുള്ളൂ. സോങ്ങിന് 20 സെക്കൻഡ് 30 സെക്കൻഡേ വരത്തുള്ളൂ. അപ്പൊ ഞാൻ എന്താക്കും ക്യാമറ പിടിക്കുന്ന ആളെ കിട്ടിക്കഴിഞ്ഞാല് ഒരു 6 സോങ് ഹിന്ദി. അപ്പൊ ഇത് ഹിന്ദി സോങ്ങിലേക്ക് ഇങ്ങനെ കൊടുക്കാന്ന് എന്റെ മനസ്സ് പറയും. പിന്നെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് കൂടുതൽ ആളുകൾ നല്ല നല്ല അഭിപ്രായമാണ് പറയാം. ഒരു കാലത്ത് എന്താ പറയാ ഉടുത്തുണിക്ക് മറുതുണി ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ കുവൈത്തിൽ പോയതിനു ശേഷം ഒരുപാട് പ്രൊമോഷൻ വീഡിയോ ഏറ്റെടുക്കാറുണ്ട് ഓരോ കടന്റെ. അപ്പൊ അതിന് പൈസ മേടിക്കാറുണ്ട്. അവര് തരുന്നത് മേടിക്കാറാണ് സാധാരണ. അതുപോലെ തന്നെ ഡ്രസ്സിങ്, ചില ഡ്രസ്സിന്റെ ഷോപ്പ് പരസ്യം ചെയ്താൽ പൈസയും തരും ഡ്രസ്സും തരും. അങ്ങനെയാണ് ഇതിൽ നിങ്ങൾക്ക് വരുമാനം. പിന്നെ ടിക്ടോക്കിന്ന് എനിക്ക് എന്താ പറയാ ഒരു ഐഫോൺ കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞ പൈസ ഗിഫ്റ്റ് ആയിട്ട്. ഗിഫ്റ്റ് ആയിട്ടല്ല, അതില് ഇപ്പൊ കുറച്ച് ഗെയിം കളിച്ച പൈസ കിട്ടുന്ന പരിപാടി. അപ്പൊ കുറച്ച് പൈസ അതിൽ നിന്നും കിട്ടി. അതിനുശേഷം പിന്നെ എന്റെ എന്താ പറയാ 1-2 സുഹൃത്തുക്കള് എന്നോട് പറഞ്ഞ സേഫ് ബാക്കി പൈസ എനിക്ക് കൂട്ടിയാൽ പോരായിരുന്നു. അങ്ങനെ കുറഞ്ഞ 60 ദിനാറൊക്കെ ഞാൻ കൂട്ടി. ബാക്കി പൈസ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയതായിരുന്നു. അങ്ങനെ ഒരു ഐഫോൺ അതിന് കിട്ടിയിട്ടുണ്ട്. അതിലാണ് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കാറ്. അപ്പൊ ആ ഐഫോണിലാണ് ഇപ്പോഴത്തെ വീഡിയോസ് ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്കിലാണ് വീഡിയോസ് എടുക്കുന്നത്? അതെ, ടിക്ടോക്കിലാണ് വീഡിയോ എടുക്കാറ്. കൂടുതൽ ഓൺ വോയിസ് അല്ലെങ്കിൽ പബ്ലിക് ഡാൻസ്. പിന്നെ നിങ്ങൾ പറഞ്ഞത് കൂടുതൽ ആളുകൾ ചോദിക്കുന്നുണ്ട് സാഡ് വീഡിയോസ്. അപ്പൊ ഞാൻ ക്യാപ്ഷൻ കൊടുക്കും, സൈഫുന്റെ ലൈന് നഷ്ടപ്പെട്ടു മക്കളെ ചിരിച്ചോളി, അങ്ങനൊക്കെ ക്യാപ്ഷൻ കൊടുക്കാറ്. അതൊക്കെ വെറുതെ ചെയ്യുന്നതാ. ഇപ്പൊ മമ്മൂട്ടിന്റെ ഒരു ഡയലോഗ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മമ്മൂട്ടി ആയിട്ടല്ല. പല ആളുകളും പറയും ഈ മമ്മൂട്ടിക്ക് പഠിക്കുകയാണോ? പക്ഷെ നമുക്ക് അത്ര കഴിവുള്ള കലാകാരനൊന്നല്ല. കഴിവുള്ള കലാകാരന്മാരൊക്കെ എവിടെയെങ്കിലും എത്തിപ്പെടട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ ഇത് അല്ലാണ്ട് നമ്മളൊരു രസത്തിന് അങ്ങ് എടുത്തിടുന്നതാണ്. അതെ, എന്റെ ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ സാഡ് വീഡിയോസ് ഇടക്ക് ചെയ്യും, ഇടക്ക് പബ്ലിക് ഡാൻസ്, ഇടക്ക് ആൽബം സോങ്. ഇതാണ് 3 ഞാൻ ചെയ്യാറ്. പിന്നെ അതേപോലെ ഈ ചാരിറ്റിയിലേക്കും ചില ആളുകൾക്ക് വീഡിയോ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം ഒരുപാട് ആളുകൾ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എന്നെ പേഴ്സണൽ ആയിട്ട് വിളിക്കും, ഈ വീഡിയോ പോസ്റ്റ് ആക്കുമോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നല്ലൊരു എനിക്ക് അഭിപ്രായം കൺസെപ്റ്റ് തോന്നുകയാണെങ്കിൽ ഞാൻ അത് പോസ്റ്റ് ആക്കാറുണ്ട്. അപ്പൊ എന്താ ആ ഒരു കുടുംബം നമ്മളെ കൊണ്ട് ഇപ്പൊ 2 ദിവസം മുന്നേ എയർപോർട്ട് റോഡില് ഒരു ഇത്താത്തിന്റെ ചായക്കട. അത് ഞാൻ ഇവിടെ പറയാനുള്ള സാഹചര്യം എന്താന്ന് ചോദിച്ചാല് അത്രയും ബുദ്ധിമുട്ടും പ്രയാസപ്പെട്ടിട്ടും കഷ്ടപ്പെട്ടിട്ടും ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്കും വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്ത് കൊടുക്കുമ്പോൾ അന്യ രാജ്യത്ത് നിന്നിട്ട് ഈ ഇത്താത്തമാരെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകൾക്കാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. 2 പേര് അവരെ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഇത്ത എന്താണ് ഇപ്പത്തെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ മോനെ 10-15 റുപ്യന്റെ അടുത്ത് അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരെ കുടുംബത്തിന് ആ പൈസ കിട്ടുമ്പോൾ വളരെ ഒരു ശമനാണ്. അപ്പൊ ഞാൻ ചോദിച്ച സമയത്ത് ഇത്താത്ത പറഞ്ഞു 2 ആളിങ്ങനെ വിളിച്ചിട്ട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി അവര് വിളിച്ചു കഴിഞ്ഞാൽ അവരെ നമ്പറും വാട്സാപ്പിലുള്ള DP ഫോട്ടോസ് ചെയ്ത് പോസ്റ്റ് ആക്കാന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം ഞാൻ ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല. അല്ലെങ്കിൽ അവരോട് വിളിച്ച് കാര്യങ്ങൾ പറയും. 1-2 തവണ വാണിംഗ് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചാരിറ്റി ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ പുറത്ത് അതല്ല. ഉദാഹരണം ഇപ്പൊ ഇത്താത്ത അത്രയും ബുദ്ധിമുട്ടിലാണ് ഷോപ്പ് മുന്നോട്ട് കൊണ്ടത്. അപ്പൊ ഞാൻ വീഡിയോ ചെയ്തു കൊടുത്തു. ഷോപ്പിന്റെ പ്രൊമോഷൻ ആയിട്ടാണ്. ഷോപ്പിന്റെ പ്രൊമോഷൻ. സാധാരണ പ്രൊമോഷൻ വീഡിയോക്ക് പൈസ മേടിക്കാറുണ്ട്. ഇത് പാവപ്പെട്ട കുടുംബമല്ല, അതുകൊണ്ട് പൈസ ഒന്നും വേണ്ട. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു കൊടുത്തു. അപ്പൊ അവരെ കോൺടാക്ട് നമ്പർ ശരിക്കും നമ്മൾ കൊടുക്കാൻ പാടില്ല. അവർക്ക് വേറെ ആരും കൊടുക്കാനില്ല നമ്പർ. നമ്മൾ പല വീഡിയോസിലും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇനി അങ്ങനെ ആരെങ്കിലും ഇനിയിപ്പോ ചാരിറ്റി അതേപോലെ സുഖമില്ലാതെ കിടക്കുന്ന ആളുകളെടുത്ത് വൃദ്ധസദനം സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും സ്ഥിരമായിട്ട് എന്റെ വീഡിയോ കാണുന്ന വ്യക്തികളായിരിക്കൂല. എന്നിട്ട് ഈ വീഡിയോക്ക് വന്നിട്ട് എന്തെല്ലാം കമന്റ്സുകളാണ്. സേഫു ഐ വിൽ പ്രൗഡ് ഓഫ് യു, അങ്ങനൊക്കെ ഒരുപാട് കമന്റ്സുകള്. അപ്പൊ ഇതിന്റെ മുന്നേ ചെയ്തൊന്നും അവര് കാണുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ ആരോട് പ്രതികരിക്കാൻ പോവാത്തോണ്ട് വിശദീകരിക്കാൻ നിൽക്കാറില്ല. അങ്ങനെയാണ് സംഭവം.